നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്നും പറയാറുള്ളത് പോലെ തന്നെ ഈ വീഡിയോകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് പോകാം. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് സ്വർണ്ണക്കൊള്ള തന്നെയാണ്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ തന്നെയാണ്. സ്വർണ്ണക്കൊള്ള സംസ്ഥാന സർക്കാരിൻ്റെ തലയിലേക്ക് കെട്ടിവെക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ മുഖ്യമന്ത്രിയുടെ തലയിലേക്ക് കെട്ടിവെച്ചുകൊണ്ട് ഇരിക്കാൻ ശ്രമിക്കുന്ന ഒരു നീക്കത്തെക്കുറിച്ചും ഒക്കെയാണ് ഇതിനകത്ത് സംസാരിക്കാൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ തുടക്കത്തിൽ പറഞ്ഞു വയ്ക്കാം. കാര്യം SIT എന്ന് പറയുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, അതായത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള അഴിമതികളും ആ സ്വർണം എവിടെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ള അന്വേഷണ ഏജൻസി നടത്തിയിരിക്കുന്ന പുതിയ 2 നീക്കങ്ങളാണ് ബെല്ലാരിയിലെ ഗോവർദ്ധൻ എന്ന് പറയുന്ന ജ്വല്ലറി ഷോപ്പ് ഉടമയെയും അതോടൊപ്പം തന്നെ ഈ നമ്മൾ സ്മാർട്ട് ക്രിയേഷൻസ് ചെന്നൈയിലെ അതിൻ്റെ CEO ആയ പങ്കജ് ഭണ്ഡാരിയെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ വാർത്ത. അത് SITയുടെ ഒരു വലിയ തിരക്കിട്ട നീക്കമായിരുന്നു എന്ന് ചോദിച്ചാൽ അല്ല. കാരണം പങ്കജ് ഭണ്ഡാരിയൊക്കെ നേരത്തെ മുതൽ തന്നെ SITയുടെ ഒരു നിരീക്ഷണ വലയത്തിനുള്ളിൽ തന്നെ ആയിരുന്നു. അദ്ദേഹം നേരത്തെ കൊടുത്തിട്ടുള്ള മൊഴികളും പിന്നീട് കൊടുത്തിട്ടുള്ള മൊഴികളും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് SIT ഇങ്ങനെ ഒരു മൂവ് നടത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാര്യം ഇതിൽ നിന്ന് നമ്മൾ ആകെപ്പാടെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന സമയത്ത്, അതായത് സ്വർണം എക്സ്ട്രാക്ട് ചെയ്തെടുത്ത പോലെ തന്നെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം, ഇത് ഈ ഒരു ഗ്യാങ്ങിനുള്ളിൽ, ഈ ഒരു നെക്സസിനുള്ളിൽ ഒതുങ്ങിപ്പോകുന്ന ചില നടപടിക്രമങ്ങളാണ് എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. എന്ന് വെച്ചാൽ അവിടുത്തെ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ, ശബരിമലയുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഉദ്യോഗസ്ഥർ, ദേവസ്വം കമ്മീഷണർ, അതോടൊപ്പം തന്നെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഈ പറയുന്ന പത്മകുമാറിനെ പോലുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ബാക്കിയുള്ള ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ, സ്മിത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനകത്ത് കുറ്റക്കാരാണോ എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അവരിലേക്ക് മാത്രമായി അന്വേഷണം ഫോക്കസ്ഡ് ആവുന്നു. കാരണം ഇവരിലൂടെ മാത്രമാണ് ഈ സ്വർണം ഈ പറയുന്ന പങ്കജ് ഭണ്ഡാരി വഴി ഈ ഗോവർദ്ധന്റെ കയ്യിലെത്തുകയും ഗോവർദ്ധൻ പിന്നീട് ഇതിനെ എവിടെയൊക്കെയോ കൊണ്ടുവന്ന് എത്തിക്കുകയും ചെയ്തത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇതിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സാരം. എന്നാൽ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന പ്രശ്നം, അല്ലെങ്കിൽ ഈ വന്നിരിക്കുന്ന സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്ന ഒരു പതിവ് പ്രശ്നം, അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ഈ ഒരു വലിയ വിഷയം CPMന്റെ തലയിലേക്ക് ചാരി വെച്ചുകൊണ്ട് മതപരമായും അതോടൊപ്പം വിശ്വാസി സമൂഹത്തെയും ഒന്ന് ഉണർത്തിക്കൊണ്ട് വന്ന് എങ്ങനെയെങ്കിലും 10 വോട്ട് അടുത്ത തെരഞ്ഞെടുപ്പ് വരെ മുന്നോട്ട് നീട്ടിക്കൊണ്ടുപോയി നേടിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ UDFന്റെ പ്രധാനപ്പെട്ട അജണ്ട എന്നുള്ള നിലയിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. അതിനുവേണ്ടി അവർ പാരഡി പാട്ടുകൾ ഉണ്ടാക്കി. ആ പാരഡി പാട്ടിൽ തന്നെ വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ കുത്തിനിറച്ചു. കഴിഞ്ഞ ദിവസം നമ്മൾ അതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചതുമാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ കൊടുത്തിട്ടുമുണ്ട്. അപ്പം ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ CPM ആണ് ഇതിൻ്റെ ഉത്തരവാദികൾ, സഖാക്കന്മാരാണ് ഇതെല്ലാം ചെയ്തത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അത് ED അന്വേഷണം ഏറ്റെടുക്കുകയും ചെയ്തു. ഇവിടെ ED അന്വേഷണം ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ 2 തലങ്ങൾ നമ്മൾ കാണേണ്ടതുണ്ട്. 2 തലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സർക്കാരിന് പോസിറ്റീവായിട്ടുണ്ടാകാൻ പോകുന്ന ഒരു തലമുണ്ട്. എന്താണ് പോസിറ്റീവായിട്ടുണ്ടാകാൻ പോകുന്ന തലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ SIT എന്ന് പറയുന്ന അന്വേഷണ ഏജൻസി സർക്കാരിൻ്റെ അന്വേഷണ ഏജൻസിയാണ്. അത് ഹൈക്കോടതി മേൽനോട്ടം വഹിക്കുന്നുണ്ടെങ്കിൽ തന്നെയും അത് സർക്കാരിൻ്റെതാണ്. അപ്പം അങ്ങനെയുള്ള സർക്കാരിൻ്റെ അന്വേഷണ ഏജൻസിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കന്മാർക്ക് ഒരു ഒഴിഞ്ഞുമാറ്റം നടത്താൻ സാധിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിംപിളി പറഞ്ഞു കഴിഞ്ഞാൽ, ആ അന്വേഷണത്തെ സ്വാധീനിക്കാൻ ഈ നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ ഭരണകർത്താക്കൾക്ക് സാധിക്കുമെന്നുള്ള ഒരു വശമുണ്ട്. ഇതിനെ ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ ഇതിനെ വേണ്ടും വിധത്തിൽ ദുരുപയോഗം ചെയ്യുക എന്നുള്ളതാണ് UDFന്റെ തീരുമാനം. എന്ന് വെച്ചാൽ, ചുരുക്കി പറഞ്ഞാൽ, ഇതിനകത്ത് സ്വാധീനം ചെലുത്തിക്കൊണ്ട് അന്വേഷണം ഉന്നതരിലേക്ക് എത്താതിരിക്കാൻ വേണ്ട ഇടപെടലുകൾ സർക്കാർ നടത്താൻ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് UDF. അപ്പം ഈ ഒരു ആരോപണത്തെ തടയിടാൻ ഈ EDയുടെ അന്വേഷണം കൊണ്ട് സാധിക്കുമെന്നുള്ളത് സർക്കാരിനെ സ്വാധീനിക്കാൻ പോകുന്ന പോസിറ്റീവായിട്ടുള്ള ഒരു വശമാണ്. സർക്കാരിന് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാൻ സാധിക്കും. കാരണം ED അന്വേഷിക്കുന്നു, ED അന്വേഷിച്ച് ഒടുവിൽ കുറ്റപത്രം സമർപ്പിക്കുന്നു, പണം ആരൊക്കെ എവിടെയൊക്കെ നിക്ഷേപിച്ചിരിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയുന്നു, ഇതിനകത്ത് സ്വർണം മറ്റ് രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയി കച്ചവടം നടത്തി അതിൽ നിന്ന് കിട്ടിയ ലാഭം എല്ലാവരും കൂടി വീതിച്ചെടുത്ത് പലരുടെയും അക്കൗണ്ടുകളിലേക്ക് വളരെ സേഫായി കള്ളപ്പണം എന്നുള്ള നിലയിൽ തന്നെ സൂക്ഷിച്ചിരിക്കുന്നു, NRI അക്കൗണ്ടിൽ അടക്കം. അപ്പോൾ അങ്ങനെയൊരു വരുമ്പോൾ ഇത് EDയുടെ അന്വേഷണ പരിധിയിലേക്ക് എത്തുന്നു. ED അത് അന്വേഷണം ആരംഭിക്കുന്നു, ഒടുവിൽ കുറ്റപത്രം സമർപ്പിക്കുന്നവരെയുള്ള കാര്യങ്ങളിലേക്ക് എത്തുന്നു. അങ്ങനെ വരുമ്പോൾ സർക്കാർ സേഫായി. എന്താണെന്ന് ചോദിച്ചാൽ, സർക്കാർ EDക്ക് മേൽ ഇടപെടൽ നടത്താൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ
അങ്ങനെ ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെട്ട കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതും വളരെ സുതാര്യം എന്നുള്ള നിലയിൽ അവസാനിക്കുകയും ചെയ്യും. എന്നാൽ അവിടെയാണ് ആ അവസാനിക്കുന്നിടത്ത് നിന്ന് അടുത്ത പ്രശ്നം കുത്തിപ്പൊക്കിക്കൊണ്ടുവരാൻ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് സാധിക്കുമെന്നുള്ളത് രണ്ടാമത് ഉള്ള നെഗറ്റീവ് വശമാണ്. സർക്കാരിനെ നെഗറ്റീവായിട്ട് ബാധിക്കാൻ ഇടയുള്ള ഒരു സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ, അത് നെഗറ്റീവായിട്ട് അത്രയധികം ബാധിക്കില്ല എങ്കിൽ തന്നെയും അതിനകത്തൊരു നെഗറ്റീവ് വശം കണ്ടെത്താൻ യു ഡി എഫിന് സാധിക്കും. എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഈ അന്വേഷണം പൂർത്തിയാകുന്നു. ഈ അന്വേഷണം പൂർത്തിയായി കഴിയുമ്പോൾ തന്നെ അന്വേഷണത്തിൽ ഈ പറയുന്ന ഉന്നതർ എന്ന് യു ഡി എഫുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പലർക്കും ഇതിൽ പങ്കില്ല എന്ന് ഇ ഡി കണ്ടെത്തലോടുകൂടി കേസ് അവസാനിപ്പിക്കുകയും സ്വർണം കണ്ടെത്തുകയും കള്ളപ്പണം ഉള്ളത് പിടിച്ചെടുക്കപ്പെടുകയും ചെയ്തു കഴിയുമ്പോൾ സംസ്ഥാന സർക്കാരിലെ ഉന്നതർക്കാർക്കും യാതൊരു ബന്ധവുമില്ല എന്ന് പുറം ലോകം അറിയും. ഈ പുറം ലോകം അറിയുന്നതിലൂടെ സംഭവിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഉടനെ യു ഡി എഫിന്റെ അടുത്ത ട്രിക്ക് അല്ലെങ്കിൽ അടുത്ത നമ്പരുമായി ഇറങ്ങും. എന്താണെന്നറിയുമോ? അതായത് ഇ ഡിയും സി പി എമ്മും തമ്മിൽ വല്ലാത്ത ഒരു അഭേദ്യമായ ബന്ധം ഇതിനകത്തുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് ഈ അന്വേഷണത്തിലൂടെ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഒരു ഡീൽ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ആ ഡീലിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിനെ വെളുപ്പിച്ചെടുക്കേണ്ടത് ഇ ഡിയുടെ ഉത്തരവാദിത്തം എന്നുള്ള നിലയിൽ ഇ ഡി വരികയും അത് ചെയ്യുകയും ചെയ്തു. ഇതിന്റെ ഫലം വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് വേറെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഏതെങ്കിലും ഒരു ബി ജെ പി സ്ഥാനാർത്ഥി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ഇട വന്നാൽ അത് തങ്ങളുടെ കുറ്റം കൊണ്ടല്ല, മറിച്ച് ബി ജെ പിയും സി പി എമ്മും അതായത് നടത്തിയിട്ടുള്ള പിണറായി വിജയനും തമ്മിൽ നടത്തിയിട്ടിരിക്കുന്ന അവിശുദ്ധമായ ഒരു കൂട്ടുകെട്ടിന്റെ പരിണിത ഫലമാണ് എന്ന് പറഞ്ഞു പരത്താനുള്ള ഒരു വഴി കൂടി ഇവിടെ തുറക്കുന്നു. ഇതാണ് ഇ ഡി അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടാമത് ഒളിഞ്ഞിരിക്കുന്ന ഒരു കെണി എന്ന് പറഞ്ഞാൽ. ഇനിയും മറ്റു വിഷയങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇനിയും ഈ പറയുന്ന സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്ന ഒന്നിനെ നമ്മൾ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് സംസ്ഥാന സർക്കാരിന് നേരിട്ട് പങ്കുണ്ട് എന്ന് യു ഡി എഫ് വാദിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ശരിക്കുള്ള അമ്പലക്കള്ളന്മാരുണ്ടായിരുന്നത് യു ഡി എഫിന്റെ ഭരണകാലത്തായിരുന്നു എന്ന് സുവ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെയാണ് ഈ പറയുന്ന യു ഡി എഫിന്റെ അമ്പലക്കള്ളന്മാർ ശബരിമലയിൽ പ്രവർത്തിച്ചിരുന്നത് എന്ന് നമുക്ക് വളരെ കാര്യമായി തന്നെ നമുക്ക് അറിയാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് നമുക്കറിയാം, എനിക്ക് തോന്നുന്നു ഈ പറയുന്ന എ കെ ആന്റണി പ്രതിരോധ വകുപ്പ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ സമയത്ത് ശബരിമലയിൽ ഉണ്ടാകുന്ന തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാലം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ പുരോഗമിച്ചു. എ കെ ആന്റണി പ്രതിരോധ വകുപ്പ് മന്ത്രി ആയിരുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് ബെയിലി പാലം നിർമ്മിച്ചു കഴിഞ്ഞാൽ ഈ സംവിധാനം, അതായത് തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ഈ പറയുന്ന അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടി പറഞ്ഞു, ശരി, നല്ല കാര്യമാണ് നടക്കാൻ പോകുന്നത്, ഞാൻ അതിനെ എഗ്രി ചെയ്യുന്നു. അങ്ങനെ വന്നപ്പോൾ എ കെ ആന്റണി പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, രാജസ്ഥാനിൽ കുറച്ച് ബെയിലി പാലത്തിന്റെ അവശിഷ്ടങ്ങൾ കിടപ്പുണ്ട്, അതായത് ബെയിലി പാലത്തിനുള്ള സാമഗ്രികളുണ്ട് എന്നാണ് തെറ്റിദ്ധരിപ്പിച്ചിരുന്നത്. നമ്മൾ പൈസയൊന്നും കൊടുക്കണ്ട, അതിന് കൊണ്ടുവന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ ബെയിലി പാലത്തിന്റെ രാജസ്ഥാനിലെ ജോധ്പൂരിൽ കിടന്ന കുറെ അവശിഷ്ടങ്ങൾ, അതായത് ഉപയോഗശൂന്യമായി കിടന്നിരുന്ന കുറേയധികം വസ്തുക്കൾ, 1 രൂപ പോലും മുതൽ മുടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ശബരിമലയിലേക്ക് എത്തിക്കുന്നു. എന്നാൽ അത് വെറുതെ കൊണ്ടുവന്നതായിരുന്നോ? അല്ല. അന്ന് കൊണ്ടുവന്നതിന് ലോറി വാടക ഇനത്തിൽ അന്ന് സർക്കാരിൽ നിന്ന് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൽ നിന്ന് ചെലവായത് 15 ലക്ഷം രൂപയാണ്. ഈ 15 ലക്ഷം രൂപ മുടക്കിക്കൊണ്ട് ഈ ബെയിലി പാലത്തിന്റെ ഉപയോഗശൂന്യമായ അവശിഷ്ടങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നു. ഇനി ഇവിടെ കൊണ്ടുവന്നാൽ മാത്രം പോരല്ലോ, ഇനി നിർമ്മിക്കുക കൂടി ചെയ്യണം. അങ്ങനെ പാലം നിർമ്മിച്ചു. ആ പാലം നിർമ്മിച്ചപ്പോൾ അന്ന് സർക്കാരിന് ചെലവായത് 3 കോടി രൂപയാണ്. അതായത് മൊത്തം ബെയിലി പാലം എന്നുള്ള പേരും പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാർ അന്ന് ചെലവാക്കിയത് 3.15 കോടി രൂപ, അതായത് 3 കോടി 15 ലക്ഷം രൂപയാണ് അന്ന് ചെലവാക്കിയത്. എന്നാൽ നമുക്കറിയാം, പിന്നീട് അതിനുശേഷം വീണ്ടും ബെയിലി പാലങ്ങൾ അവിടെ നിർമ്മിക്കുകയൊക്കെ ചെയ്തു. ഇപ്പോഴും അതിന്റെ ഒരെണ്ണത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇപ്പോഴും ആ കാലഘട്ടത്തിൽ യു ഡി എഫിന്റെ ഭരണകാലഘട്ടത്തിൽ നിർമ്മിച്ച ആ ബെയിലി പാലം ഉപയോഗശൂന്യമായി കിടക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്ന, ശബരിമലയിൽ പോയിട്ടുള്ള ഏവർക്കും കാണാൻ കഴിയുന്ന ഒരു കാഴ്ച. അവിടെയും അഴിമതി അവസാനിക്കുന്നില്ല. എന്നാൽ പിന്നീട് ഒരു വനഭൂമി ഏറ്റെടുത്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരിസരങ്ങളെല്ലാം ഒന്ന് വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് പോയി. അതായത് വനഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ 2005 ഏകദേശം 7.5 കോടി രൂപ മുടക്കിക്കൊണ്ട്, അതായത് അഡ്വാൻസ് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് 7.5 കോടി മുടക്കിക്കൊണ്ട് അവിടുത്തെ വനഭൂമി ഏറ്റെടുക്കുന്നതുമായി സംബന്ധിച്ചുള്ള നീക്കങ്ങൾ മുന്നോട്ട് പോയി. അപ്പോഴും മൻമോഹൻ സിംഗ് ആയിരുന്നു അന്ന് പ്രധാനമന്ത്രിയായിരുന്നത്. മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ വനഭൂമി അവിടെ നിന്ന് ഏറ്റെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന, നമുക്കറിയാമല്ലോ, കേന്ദ്ര വന നിയമം നിലനിൽക്കുന്നു. ആ പറ്റില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ വന്നു. അപ്പോൾ അവിടുത്തെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഇടുക്കിയിലെ കമ്പക്കയിൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അപ്പൊ കമ്പക്കല്ലിൽ കുറച്ച് സ്ഥലം കണ്ടെത്തുന്നു. ആ സ്ഥലം ഏകദേശം 305 ഏക്കർ ഭൂമി അവിടെ കണ്ടെത്തുന്നു.
അങ്ങനെ കണ്ടെത്തിക്കൊണ്ട് ഭൂമിക്ക് അഡ്വാൻസ് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് അവിടെ ഏകദേശം 7.5 കോടി, അതായത് 7.5 കോടി രൂപ സംസ്ഥാന സർക്കാർ അഡ്വാൻസ് ചെയ്തു. എന്നാൽ ആ സ്ഥലത്ത് ഉണ്ടായിരുന്ന സ്ഥലം എടുത്തിട്ടുണ്ടോ, ആ സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചിട്ടുണ്ടോ, ആർക്കും അറിയില്ല. ആ 7.5 കോടി രൂപ എവിടേക്ക് പോയി എന്നുള്ളതാണ് പിന്നീട് അടുത്ത സംശയം. അപ്പോൾ ആ 7.5 കോടി വെള്ളത്തിൽ വരച്ച വര പോലെ ആയിപ്പോയോ, അതല്ല ഒരു സുപ്രഭാതത്തിൽ എല്ലാം കൂടി ആവി ആയിപ്പോയോ എന്നുള്ളത് നമ്മുടെ മുന്നിൽ സംശയത്തിന്റെ ഭാഗമായി തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതും ഉണ്ടായത് ഈ പറയുന്ന CPM-ന്റെ കാലഘട്ടത്തിലല്ല, അതും UDF-ന്റെ കാലഘട്ടത്തിലാണ് ഉണ്ടായത് എന്ന് നമുക്കറിയാം. പിന്നെ മറ്റൊന്ന്, അതായത് ഉമ്മൻചാണ്ടി തന്നെ സംസ്ഥാന ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായ ഒരു കാര്യമാണ്. അന്ന് അതായത് ഈ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടുള്ള കാലഘട്ടത്തിൽ അന്ന് G. രാമൻ നായർ ആയിരുന്നു അന്ന് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്, അതും കോൺഗ്രസ്സുകാരനായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. പിന്നീടാണ് ഇവിടെ ശിവകുമാർ ദേവസ്വം ബോർഡ് ഭരിക്കുന്ന മന്ത്രിയായി മാറുന്നത്. അന്ന് ശിവകുമാറിന്റെ സഹോദരനായ വിജയകുമാർ എന്ന് പറയുന്ന ജയകുമാർ, അതായത് VS ജയകുമാർ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പാത്രങ്ങളോടായിരുന്നു വല്ലാത്ത കമ്പം ഉണ്ടായിരുന്നത്. 1,81,00,000 രൂപയുടെ തട്ടിപ്പാണ് അന്ന് പാത്ര വ്യാപാരത്തിന്റെ പേരിൽ നടത്തിയത്. ഇത് നമ്മൾ പലപ്പോഴായി സംസാരിച്ചിട്ടുള്ളതും പലപ്പോഴായി പലയിടത്തു നിന്നും കേട്ടിട്ടുള്ളതുമായ വസ്തുതയാണ്. അങ്ങനെ 1,81,00,000 രൂപ അവിടെ വെട്ടിപ്പ് നടത്തി. എന്ന് വെച്ചാൽ പഴയ പാത്രങ്ങളുണ്ട്, അയ്യപ്പന് എല്ലാ വർഷവും പുതിയ പാത്രങ്ങൾ വേണം. അതായിരുന്നു ശിവകുമാറിന്റെ ഒരു ഐഡിയ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പാത്രം പർച്ചേസ് ചെയ്തുകൊണ്ടേയിരുന്നു, പുതിയ പാത്രങ്ങൾ വന്നുകൊണ്ടിരുന്നു. ഈ പാത്രങ്ങൾ വാങ്ങിയ ദേവസ്വം ബോർഡ് എവിടെ നിന്നാണ് വാങ്ങിയെന്നറിയുമോ? അത് ഭയങ്കര രസകരമായ സംഭവമാണ്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം നടത്തിയപ്പോൾ കാര്യം പാത്രം ക്രമാതീതമായി ശബരിമലയിലേക്ക് വരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയ സമയത്ത് എല്ലാ തവണയും ബില്ലുകൾ മാറുന്നുണ്ട്. ആ ബില്ലിലെ അഡ്രസ്സ് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഒരു കടയേ ഇല്ല. അതിന് പകരമായി കരമന എന്ന് പറയുന്ന തിരുവനന്തപുരം ജില്ലയിലെ കരമന എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു വീടിന്റെ മേൽവിലാസത്തിലാണ് ഈ ബില്ലുകൾ അത്രയും അച്ചടിച്ചുകൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ പച്ചയ്ക്ക് പറഞ്ഞാൽ അയ്യപ്പനെ നിർത്തി പറ്റിച്ചു. അങ്ങനെ 1,81,00,000 രൂപ. അതിനുശേഷം അദ്ദേഹത്തെ നീക്കണം എന്നടക്കമുള്ള നിർദ്ദേശം പുറത്തു വന്നെങ്കിലും അതൊന്നും പരിഗണിക്കാൻ ഇവരാരും തയ്യാറായില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ പിന്നീട് നമ്മൾ അത് അങ്ങനെ ഒരു വകുപ്പ് കഴിയുന്നു. അതിന് മുൻപ് നമുക്കറിയാം ശർക്കരയുമായി ബന്ധപ്പെട്ട് വലിയൊരു അഴിമതി നടന്നു. ആന്ധ്രാപ്രദേശിൽ നിന്നും നിലവാരം കുറഞ്ഞ ശർക്കര നമ്മുടെ ശബരിമലയിലേക്ക് എത്തിച്ചു. ഇതുമൂലം ഉണ്ടായ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വന്നത് പാവപ്പെട്ട അരവണ വാങ്ങിക്കൊണ്ടുപോകുന്ന അയ്യപ്പ ഭക്തന്മാരായിരുന്നു. നമുക്കറിയാം ശബരിമലയിലേക്ക് പോകുമ്പോൾ നമ്മൾ ഏതൊരു ഭക്തനാണെങ്കിലും അല്ലെങ്കിലും ശരി, ശബരിമലയിലേക്ക് നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും പോവുകയാണെങ്കിൽ നമ്മൾ പറയുന്നൊരു വാക്കുണ്ട്, ഡേയ് അരവണ വാങ്ങിക്കൊണ്ട് വരണേ എന്ന്. അപ്പോൾ അങ്ങനെ അരവണ വാങ്ങാൻ വേണ്ടി ക്യൂ പോയ ലക്ഷക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തന്മാരെ നൈസായിട്ട് വഞ്ചിച്ച ഒരു സർക്കാർ കൂടിയായിരുന്നു UDF-ൻ്റേത് എന്ന് നമ്മൾ ഓർക്കണം. എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ നിലവാരം കുറഞ്ഞ ശർക്കരയും കൽക്കണ്ടവും അതോടൊപ്പം തന്നെ അതിനുള്ളിൽ ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് അടക്കം വളരെ വളരെ നിലവാരം കുറഞ്ഞത് ഇറക്കുമതി ചെയ്തു. നമുക്കറിയാം ശബരിമലയിൽ സ്ഫോടനത്തിന് തുല്യമായ രീതിയിൽ അരവണ ടിന്നുകൾ വ്യാപകമായി പൊട്ടിത്തെറിക്കുന്ന ഒരു സമീപനം ഉണ്ടായി. എന്തുകൊണ്ടത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ നിലവാരം കുറഞ്ഞ ഈ ശർക്കര മാത്രമല്ല അതിനകത്തുള്ള പല ഇൻഗ്രീഡിയൻസും ഈ പറയുന്ന നിലവാരം കുറഞ്ഞത് ഉപയോഗിച്ചു എന്നുള്ളത് കൊണ്ട് അരവണ ടിന്നുകൾ പൊട്ടിത്തെറിക്കുന്ന ഒരു സംഭവവും നമ്മുടെ ശബരിമലയിൽ സംബന്ധിച്ച് അരങ്ങേറുകയും ചെയ്തു. ഇതൊക്കെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നിറഞ്ഞു നിന്ന ഒന്നായിരുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കണം. പിന്നെ ഉണ്ണികൃഷ്ണ പണിക്കർ എന്ന് പറയുന്ന ഒരാളെ കൊണ്ടുവന്നു. ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളോട് ഈ പറയുന്ന UDF-ന് വല്ലാത്ത പ്രണയമാണ്. ആ ഉണ്ണികൃഷ്ണ പണിക്കരെ കൊണ്ടുവന്ന് അവിടെ വലിയൊരു അഷ്ടമംഗല ദേവപ്രശ്നം നടത്തുന്നു. ആ ദേവപ്രശ്നത്തിൽ തെളിയുന്ന ഒരു കാര്യമുണ്ട്, അന്ന് 87 ഒരു യുവതീ സ്പർശം അതായത് ശബരിമല അയ്യപ്പനുണ്ടായിരിക്കുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ജയമാല എന്ന് പറയുന്ന ഒരു തെലുങ്ക് നടി പെട്ടെന്ന് ഉദയം ചെയ്യുന്നു. അവർ വന്നിട്ട് പറയുന്നു എനിക്ക് 27 വയസ്സുള്ള കാലഘട്ടത്തിൽ, അതായത് 87 മറ്റോ അവർ ശബരിമലയിലേക്ക് വരുന്നു. അന്ന് ഭയങ്കര തിരക്ക് ശബരിമലയിൽ ഉണ്ടായി. ഈ തിരക്കിനുള്ളിൽ പെട്ടിട്ട് അവർ ശബരിമലയിലെ ശ്രീകോവിലിനുള്ളിലേക്ക് കയറിപ്പോയി. അങ്ങനെ കയറുകയും അന്ന് അയ്യപ്പനെ സ്പർശിക്കുകയും ചെയ്തു എന്നുള്ളൊരു വാദം ഉയർത്തിക്കൊണ്ട് വരികയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് ഭസ്മക്കുളം മാറ്റി സ്ഥാപിക്കണം, അങ്ങനെ ഒരുപാട് പരിഹാര ക്രിയകളൊക്കെ നിർദ്ദേശിക്കുകയും ചെയ്തു. പിന്നീടാണ് മനസ്സിലാകുന്നത് ഈ പറഞ്ഞതെല്ലാം വെറും കള്ളമായിരുന്നു. ഇതൊരു തരം കാശ് തട്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു. ഭസ്മക്കുളം മാറ്റി നിർമ്മിക്കുക, അതോടൊപ്പം അവിടുത്തെ ബിൽഡിങ്ങുകളെല്ലാം ഇടിച്ചു നിരത്തി പുതിയ നിർമ്മിക്കുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ, കോടിക്കണക്കിന് രൂപ ചെലവ് വരുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉയർത്തിക്കൊണ്ട് വരികയും ചെയ്തു. അന്ന് നമുക്കറിയാം ജയമാല എന്ന് പറയുന്ന നടി ആ കാലഘട്ടത്തിൽ കേരളത്തെ പിടിച്ചു കുലുക്കിയിരുന്നു. അതായത് ലക്ഷോപലക്ഷം വരുന്ന ഭക്തരുടെ മനസ്സിലേക്ക് വന്നു വീണ ഇടുത്തിയായിരുന്നു ഈ ജയമാല എന്ന് പറയുന്ന നടിയുടെ സാന്നിധ്യം. നമുക്കറിയാം 2018 യുവതീ പ്രവേശനം സാധ്യമാകണമെന്ന്, അല്ലെങ്കിൽ യുവതീ പ്രവേശനം നടത്താം
എന്ന് സുപ്രീം കോടതി വിധിക്കുകയും ആ വിധിയെ തുടർന്ന് ആ വിധി ഏറ്റെടുത്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ചില നീക്കങ്ങൾ നടത്തിയപ്പോൾ ഇവിടെ എന്ത് പുകിലായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ. ഇവിടെ UDF-ഉം BJP-യും അടക്കം അന്ന് ശബരിമലയിൽ കാണിച്ചിരുന്ന പ്രക്ഷോഭ പരമ്പരകളെ കുറിച്ച് നമ്മൾ ആരും മറന്നിട്ടില്ല. അതിനു മുൻപാണ് ജയമാല എന്ന് പറയുന്ന ഒരു തെലുങ്ക് നടി താൻ ശ്രീകോവിലിനുള്ളിൽ കയറുകയും അയ്യപ്പനെ സ്പർശിക്കുകയും ചെയ്തു എന്ന് പറയുന്ന ഏറ്റവും വിവാദപരമായ ഒരു പ്രസ്താവനയുമായി രംഗത്തേക്ക് എത്തുന്നത്. അത് അന്വേഷണത്തിലേക്ക് പോയി. ആ ഉണ്ണികൃഷ്ണ പണിക്കർ എന്ന് പറയുന്ന ആ ജ്യോതിഷിയും അതോടൊപ്പം അദ്ദേഹത്തിന്റെ സഹായിയും ഈ പറയുന്ന ജയമാലയും 1, 2, 3 പ്രതികൾ എന്നുള്ള നിലയിലേക്ക് എത്തുകയും ചെയ്തു. ഒടുവിൽ ഹൈക്കോടതി ആ കേസിൽ ഇടപെട്ടുകൊണ്ട് അവരെ നീക്കം ചെയ്തു. കാര്യം ഇതൊക്കെ വെറുതെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അവർ പറഞ്ഞുണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഈ വാക്കും വിശ്വസിച്ചുകൊണ്ട് അവിടെ ഭസ്മക്കുളം ഇടിച്ച് പുതിയത് പണിയാൻ ശ്രമിക്കുകയും ആ ബിൽഡിങ്ങുകളെല്ലാം ഇടിച്ചു നിരത്തി പുതിയതുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നെങ്കിൽ എത്ര കോടി രൂപയുടെ നഷ്ടം നമ്മുടെ സംസ്ഥാന സർക്കാരിനും അതോടൊപ്പം ദേവസ്വം ബോർഡിനും ഉണ്ടാകുമായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കള്ളക്കളികൾ നിറഞ്ഞു നിൽക്കുന്നത്. ഇനി ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്ന, അതായത് ശബരിമല വിഷയത്തെ അടുത്ത തെരഞ്ഞെടുപ്പ് വരെ കത്തിച്ചുകൊണ്ട് വരുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു ചെറിയ ട്വിസ്റ്റിനെ കുറിച്ചും കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. എന്താണെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായി നമുക്ക് പറയാം. എവിടെയും ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവാദങ്ങൾ ഉയർത്തുകയും ആ വിവാദത്തിന്റെ ഗുണഭോക്താക്കളായി യഥാർത്ഥത്തിൽ മാറുകയും ചെയ്തിട്ടുള്ളത് ആരാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഇവിടെ രഥയാത്ര എന്ന് പറയുന്ന ഒരു സംഭവത്തിന് അനുമതി കൊടുക്കുകയും ആ രഥയാത്രയ്ക്ക് അനുമതി നിഷേധിക്കാൻ ശ്രമിച്ച അല്ലെങ്കിൽ അത് തടയാൻ ശ്രമിച്ച VP സിംഗ് എന്ന് പറയുന്ന പ്രധാനമന്ത്രിക്കിട്ട് പണി കൊടുക്കുകയും ചെയ്തത് കോൺഗ്രസ്സുകാരാണ് എന്ന് നമ്മൾ ആരും മറന്നിട്ടില്ല. അതിപ്പോഴും ഒരു ചരിത്രമായി നിലനിൽക്കുന്നു. ആ രഥയാത്ര നടത്തുകയും തുടർന്ന് ബാബറി മസ്ജിദ് എന്ന് പറയുന്ന ഒരു പള്ളിയുടെ മുകളിൽ കയറിയുന്നുകൊണ്ട് അതിൻ്റെ താഴികക്കുടം അടക്കം കുത്തി അളക്കി ആ ബാബറി മസ്ജിദ് പൊളിച്ച് നാമാവിശേഷമാക്കി ഒടുവിൽ അതിൻ്റെ മുകളിൽ രാമക്ഷേത്രം പണി ഉയർത്ത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സർക്കാർ ആരായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അതും കോൺഗ്രസ്സുകാരായിരുന്നു. എന്ന് വെച്ചാൽ ഈ പറയുന്ന ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിവാദം ഉയർത്തിക്കൊണ്ടുവരിക, ആ വിവാദത്തിന്റെ ഗുണഭോക്താക്കളാക്കി BJP-യെ മാറ്റുക. ഇതാണ് ശരിക്കും ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടി എല്ലാ കാലത്തും ഈ രാജ്യത്ത് ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിളാണ്. ആന്ധ്രാപ്രദേശിൽ ഇപ്പോൾ പള്ളികൾ മൂടാൻ വേണ്ടിയിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, ഇത് നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ വളർത്തിക്കൊണ്ടുവരുന്ന അവരുടെ, അതായത് കോൺഗ്രസിന്റെ സ്വന്തം കുഞ്ഞാണ് BJP എന്ന് പറയേണ്ടി വരും. അതേപോലെയുള്ള ഒരു സംഭവം ഇവിടേക്ക് വരുന്നു. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാന സർക്കാർ ഈ പറയുന്ന ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശബരിമലയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന ഒരു രീതിയിലേക്ക് വരുന്നു. ദേവസ്വം ബോർഡ് അതിനകത്ത് വളരെ സുപ്രധാനമായ പങ്ക് വഹിക്കുന്നുണ്ട്. അതായത് ശബരിമല എന്ന് പറയുന്ന ഈ ഒരു പരിപാവനമായ ഒരു പ്രദേശത്തെ മുഴുവൻ ഇല്ലായ്മ ചെയ്യാനും അവന്റെ പവിത്രതയെ കളങ്കപ്പെടുത്താനും ശ്രമിക്കുകയാണ് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ എന്ന് പറയുന്ന ഒരു വലിയ നരേറ്റീവ് ഇവിടെ സൃഷ്ടിച്ചെടുക്കുക. ഇത് ആർക്ക് ഗുണം ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കുറെ കാലം കഴിയുമ്പോൾ ഇത് ഹിന്ദു സംഘടനകളിലേക്ക് എത്തുന്ന തരത്തിലേക്ക് ഇതിനെ റീഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ UDF-ന്റെ പ്രഖ്യാപിതമല്ലെങ്കിലും അപ്രഖ്യാപിതമായ ഒരു അജണ്ട എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അങ്ങനെ സംഭവിക്കുമ്പോൾ വരുന്ന ചില കാര്യങ്ങൾ പറയാം. അങ്ങനെ വരുമ്പോൾ ഈ ഹിന്ദു സംഘടനകൾക്ക് ഇതിന്മേൽ ആധിപത്യം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ നേരത്തെ സുരേഷ് ഗോപി പറഞ്ഞ പോലെ കേന്ദ്ര സർക്കാർ ശബരിമലയെ ഏറ്റെടുക്കാനുള്ള ഒരു നീക്കവും നടക്കും. അപ്പോൾ ഫലത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ കേന്ദ്ര സർക്കാർ ശബരിമലയെ ഏറ്റെടുത്തുകൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ആർക്കാണ് വളമാകുക എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. അതോടൊപ്പം തന്നെ നമ്മുടെ വാവരുപള്ളിക്ക് ഇനി അവിടെ സ്ഥാനമുണ്ടോ എന്നുള്ള കാര്യം പിന്നീട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണെന്ന് കൂടി ഓർക്കണം. അത് വിശ്വാസ സമൂഹവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. എന്നാൽ പൊളിറ്റിക്കലി ഇത് BJP-ക്ക് ഉണ്ടാക്കാൻ പോകുന്ന ഒരു മൈലേജ് വളരെ വലുതായിരിക്കും എന്ന് കൂടി ഓർക്കണം. എന്താണെന്ന് പറഞ്ഞാൽ ശബരിമല എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് വരുന്ന ഭക്തരുടെ ഒരു വലിയ വിശ്വാസ കേന്ദ്രം കൂടിയാണ്. അവിടെ ഇടതുപക്ഷ സർക്കാർ ഇത്തരത്തിൽ അഴിമതി കാണിക്കുന്നു എന്ന് പറയുന്ന ഒരു നരേറ്റീവ് ഈ പറയുന്ന ഭക്ത ലക്ഷങ്ങൾക്ക് ഒട്ടും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്ന ചില കാര്യങ്ങളല്ല. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമെന്നോണം BJP-ക്ക് പതുക്കെ വളരാനുള്ള ഒരു മണ്ണായി കേരളം മാറും. അങ്ങനെ മാറ്റിയെടുക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണോ UDF-ന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതായത് എല്ലാ കാലങ്ങളിലും എല്ലായിടത്തും കോൺഗ്രസ്സുകാർ BJP-ക്ക് അനുകൂലമായി അവിടുത്തെ ദേവാലയങ്ങളെയും അവിടുത്തെ ഭരണാധികാരികളെയും കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ചില വൃത്തികെട്ട സമീപനത്തിന്റെ ഭാഗമായി കേരളത്തിലും ഇത് ആവർത്തിക്കുന്നുണ്ടോ എന്നുള്ള സംശയത്തോടു കൂടി തന്നെ വേണം നമ്മൾ ഈ വിഷയത്തെ കാണേണ്ടത്. അല്ലാതെ അതിൻ്റെ ഒരു ഭാഗമായി തന്നെ പോറ്റിയെ കേറ്റിയെ എന്ന് പറയുന്ന പാട്ട് എന്തിനാണ് പിന്നെ അങ്ങ് ഡൽഹിയിൽ പോയി ഇവരെന്ന് പാടി സാർവദേശീയമായ ഒരു പ്രശസ്തി അതിന് നൽകിയത് എന്നുകൂടി നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അതിൻ്റെ പിന്നിൽ തീർച്ചയായും ഇങ്ങനെ ഒരു അജണ്ട എവിടെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമ്മൾ കരുതുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെയെല്ലാമുള്ള ഒരു വലിയ രാഷ്ട്രീയ പ്രശ്നമായി ഈ ശബരിമലയെ
മാറ്റി തീർക്കുകയാണ് ഇപ്പോൾ UDF-ഉം. അതോടൊപ്പം തന്നെ BJP ഇതിനകത്ത് വലിയ പങ്ക് വഹിക്കുന്നില്ല എങ്കിൽ തന്നെയും UDF വളരെ കൃത്യമായി അവരുടെ അജണ്ട നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ് എന്ന് പറയേണ്ടി വരും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.